ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ്. ഇന്നത്തെ കാലത്ത് എല്ലാവരെയും അലട്ടുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് ആ കാലനര, അതായത് പ്രീമച്യൂർ ഗ്രേ. അത് മാത്രമല്ല, മാറി മറിഞ്ഞു വരുന്ന കാലാവസ്ഥ, ഫുഡ് ഹാബിറ്റ്സ്, പൊല്യൂഷൻ, ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന താരനും ഒക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതി മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതിയാകും. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് വറ്റൽ മുളകാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവുള്ള വറ്റൽ മുളക് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അത് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഇല്ല എങ്കിൽ നേരിയ കോട്ടൺ തുണിയാണെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമ്മൾ റെഡിയാക്കിയ ഈ ഒരു ടിഷ്യൂ പേപ്പർ നമുക്കൊരു കിഴി പോലെ ഒന്ന് കെട്ടിയെടുക്കാം. ഇതുപോലെ നമ്മൾ കിഴിയാക്കിയതിന് ശേഷം നമുക്ക് റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അതായത് ആ ഒരു ഉള്ളിൽ നമ്മൾ കട്ട് ചെയ്ത് ചേർത്തിട്ടുള്ള വറ്റൽമുളകൊക്കെ പുറത്തേക്ക് വരാത്ത രീതിക്ക് വേണം നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ കിഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു വറ്റൽമുളകിൻ്റെ എരിവ് കലർന്ന ഒരു സ്മെല്ല് നല്ല രീതിയിൽ തന്നെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ പുറകുവശത്ത് നമുക്ക് തുളയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടിഷ്യൂ പേപ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി ഒരു ടിഷ്യൂ പേപ്പർ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ വീടുകളിൽ നമ്മൾ മാസക്കണക്കിന് വേണ്ടിയിട്ടും വർഷത്തിന് വേണ്ടിയിട്ടും സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഇതുപോലുള്ള അരികളാണെങ്കിലും നമ്മൾ പൊടിച്ചു വെച്ച മാവാണെങ്കിലും പരിപ്പ് വകകളാണെങ്കിലും കടലവർഗ്ഗങ്ങളാണെങ്കിലും പെട്ടെന്ന് തന്നെ വണ്ടും ചെള്ളൊക്കെ കയറി കൂടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ റെഡിയാക്കി ഇതുപോലുള്ള ഒരു ടിഷ്യൂ പേപ്പർ നമ്മൾ അതിലോട്ട് ഇറക്കി വെക്കുകയാണെങ്കിൽ മാസക്കണക്കായാലും വർഷക്കണക്കാണെങ്കിലും ഒരു ചെള്ളോ വണ്ടോ നമ്മുടെ അരിയിലോ പരിപ്പ് വകകളിലോ കടലവർഗ്ഗങ്ങളിലോ ഒന്നും കയറി കൂടുകയില്ല. ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഇനി അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 3 അല്ലി വെളുത്തുള്ളിയാണ്. നിങ്ങൾ എത്രത്തോളമാണോ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അത്രത്തോളം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ആവശ്യത്തിന്, അതായത് ഒരു 3 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇടികലിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് തട്ടിയെടുക്കാം. അതായത് നമ്മുടെ വെളുത്തുള്ളിയുടെ മുകളിലുള്ള ആ ഒരു തോല് ജസ്റ്റ് ഒന്ന് ഇളകി ഇതുപോലൊന്ന് നമുക്ക് ആ ഒരു വെളുത്തുള്ളിയുടെ സ്മെല്ല് പുറത്ത് വരത്തക്ക രീതിക്കൊന്ന് ഇടിച്ചെടുത്താൽ മതിയാകും. ഇപ്പോൾ നമ്മൾ ഇടിച്ച് റെഡിയാക്കിയ ഈ ഒരു വെളുത്തുള്ളി എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ മാസക്കണക്കിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന അരിയാണെങ്കിലും ഗോതമ്പാണെങ്കിലും അല്ലെങ്കിൽ മാസക്കണക്കിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന പരിപ്പ് കടല എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ഇതുപോലൊരു വെളുത്തുള്ളി ഇട്ട് വെച്ചാൽ മതിയാകും. വണ്ടിൻ്റെയും ചെള്ളിൻ്റെയും ശല്യം നമുക്ക് ഉണ്ടാവുകയില്ല. ഇനി അതുപോലെ തന്നെ നമ്മൾ കാലിയായി തീർന്ന ഇതുപോലുള്ള കായ ഡബ്ബയൊക്കെ സാധാരണഗതിയിൽ വലിച്ചെറിയാറാണല്ലോ പതിവ്. എന്നിരുന്നാലും അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കായത്തിൻ്റെ സ്മെല്ല് എപ്പോഴും ആ ഒരു കായ ഡപ്പത്തിൻ്റെ ഉള്ളിലുണ്ടാകും. ആ ഒരു സ്മെല്ല് മാത്രം മതി കേട്ടോ നമ്മുടെ അരിയിലും അതുപോലെ തന്നെ പയറുവർഗ്ഗത്തിലൊക്കെ കയറി കൂടുന്ന വണ്ടിനെയും ചെള്ളിനെയും ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ മാസക്കണക്കിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന നമ്മുടെ അരിയുടെ ഉള്ളിലാണെങ്കിലും, അതായത് അരി ഇട്ട് വെക്കുന്ന പാത്രത്തിൻ്റെ ഉള്ളിലാണെങ്കിലും ഗോതമ്പ് പാത്രത്തിൻ്റെ ഉള്ളിലാണെങ്കിലും നമ്മുടെ പയറുവർഗ്ഗത്തിൻ്റെ ഒക്കെ ഉള്ളിലാണെങ്കിലും നമ്മൾ ഇതുപോലൊരു കായഡപ്പ ഇട്ട് വെക്കുകയാണെങ്കിൽ എത്ര വർഷമായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന അരി പരിപ്പ് പയറൊക്കെ ആണെങ്കിലും ഒരു വണ്ടോ ചെള്ളോ അതിനകത്ത് കയറുകയില്ല. അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു കായപ്പൊടി. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് ആരൊക്കെയും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം. നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള ലൈറ്ററൊക്കെ പെട്ടെന്ന് തന്നെ തുരുമ്പെടുത്ത് കാണൂല്ലേ? അങ്ങനെ തുരുമ്പെടുത്ത ലൈറ്റർ നമുക്ക് വേഗത്തിൽ തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ ഇതുപോലെ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് തറ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലൈസോൾ ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ലൈസോൾ ഇല്ല എങ്കിൽ സാനിറ്റൈസർ ആണെങ്കിലും ഡെറ്റോൾ ആണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതൊരു കോട്ടണിലാണ് കേട്ടോ ഞാൻ കുറച്ച് അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ലൈറ്ററിലേക്ക് തേച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ആ ഒരു തുരുമ്പെടുത്ത ഭാഗത്തേക്കൊക്കെ ആയിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 2 മിനിറ്റ് സമയത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. കുറച്ച് കൂടുതൽ തുരുമ്പെടുത്ത ഭാഗത്തേക്ക് കുറച്ച് കൂടുതൽ അളവിൽ തന്നെ നമുക്ക് ലൈസോൾ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മുടെ വീട്ടിൽ ഇതുപോലെ പഴയ ടൂത്ത് ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ബ്രഷ് മാത്രം കുറച്ച് വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തിട്ട് പിന്നീട് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു തുരുമ്പൊക്കെ നല്ല രീതിയിൽ തന്നെ ഇളകി കിട്ടും. നിങ്ങൾക്ക് ആ ഒരു ബ്രഷ് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാനൊന്ന് തേച്ചപ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ ആ ഒരു ബ്രഷിൽ എനിക്ക് ആ ഒരു തുരുമ്പൊക്കെ ഇളകി വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു ബ്രഷ് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമുക്ക് ഇതുപോലൊന്ന് പതഞ്ഞ് വന്നിരിക്കുന്നത് കേട്ടോ. ഒരുപാട് വെള്ളം നമ്മൾ ഉപയോഗിച്ച് തേച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് നമ്മുടെ ലൈറ്റർ ഉപയോഗപ്പെടാണ്ട് പോകും. കാരണം ലൈറ്റർ പിന്നീട് നമുക്ക് ഉപയോഗശൂന്യമായി പോകും. അതുകൊണ്ട് കുറച്ച് മാത്രം, അതായത് ആ ഒരു ബ്രഷ് മാത്രം ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് നിങ്ങൾ ഇതുപോലൊന്ന് തേച്ച് കൊടുക്കുക. ഒരുപാട് തുരുമ്പുള്ള ഭാഗമൊക്കെ നിങ്ങൾ തേച്ച് കൊടുക്കുമ്പോൾ തന്നെ ലൈവായിട്ട് നമുക്ക് ആ ഒരു തുരുമ്പൊക്കെ ഇളകി പോകുന്നത്
കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതാ അത്ര തന്നെ നല്ല രീതിയിൽ ഞാൻ ഇതുപോലൊന്ന് ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കാം. നമ്മൾ പ്രത്യേകിച്ച് വെള്ളമോ കാര്യങ്ങളൊന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല, കാരണം ലൈറ്റർ ആയതുകൊണ്ട് തന്നെ. നിങ്ങൾക്കിപ്പോൾ ലൈവായിട്ട് തന്നെ കാണാം. എൻ്റെ ലൈറ്റർ ഇപ്പം നല്ല രീതിയിൽ തന്നെ പുതിയതായിട്ടുണ്ട്. ഞാൻ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നോ അതുപോലെ തന്നെ. ഈ ഒരു തറ തുടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിക്കുന്ന ലൈസോൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് തറ തുടയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഒരുപാട് കാര്യത്തിന് വേണ്ടിയിട്ട്, ഒരുപാട് ക്ലീനിങ് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതാ എൻ്റെ ലൈറ്റർ ഇപ്പോൾ പുതിയതുപോലെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ ഈ ഒരു ബീട്രൂട്ട് ഉപയോഗിച്ച്, അതും നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ തന്നെ നല്ലൊരു ഹെയർ ഡേ റെഡിയാക്കി എടുക്കുന്നത് എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഹെയർ ഡേ ചെയ്യുന്നതെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ലാണ്ട് കൊണ്ട് നമ്മുടെ മുടി കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. വിറ്റമിൻ സി, പ്രോട്ടീൻ, കാൽഷ്യം, ഇരുമ്പ് എന്നിവയാൽ സമ്പന്നമായ ബീട്രൂട്ട് മുടി കൊഴിച്ചൽ തടയുകയും തലയോട്ടിയിലെ രക്തചംക്രമണം വർദ്ധിപ്പിച്ച് മുടിയുടെ വളർച്ച ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു. കൂടാതെ ഇത് മുടിക്ക് തിളക്കവും സ്വാഭാവികമായ കളറും നൽകുന്നു. അപ്പോൾ ഇതാ ഞാനിവിടെ ആവശ്യത്തിനുള്ള ബീട്രൂട്ട് എടുക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ളത് അത്രത്തോളം ബീട്രൂട്ട് നമുക്കിവിടെ എടുക്കാവുന്നതാണ്. ഞാനിവിടെ തൊലി കളഞ്ഞാണ് ബീട്രൂട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം തൊലിയോടുകൂടി തന്നെ ബീട്രൂട്ട് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇതാ തൊലി കളഞ്ഞ് ആവശ്യത്തിനുള്ള ബീട്രൂട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ബീട്രൂട്ടിലെ പോഷകങ്ങൾ മുടിയുടെ വേരുകളെ ബലപ്പെടുത്തുകയും മുടി കൊഴിച്ചൽ കുറയ്ക്കുകയും ചെയ്യുന്നു. തലയോട്ടിയിലെ രക്തയോട്ടം കൂട്ടുന്നതിലൂടെ മുടി വേഗത്തിൽ ആരോഗ്യത്തോടു കൂടി വളരാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ആവശ്യത്തിനുള്ള ബീട്രൂട്ട് ഞാൻ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിലേക്ക് ചായപ്പൊടിയും ഒരു 4-5 ഗ്രാമ്പുവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചായപ്പൊടിയും ഗ്രാമ്പുവും നമുക്ക് അകാലനര വേരോട് തന്നെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു മെയിനായിട്ടുള്ള ഘടകം തന്നെയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഇൻഗ്രീഡിയൻസ് 3 ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളമാണ്. അത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് ഞാനിവിടെ അരച്ചെടുത്തിരിക്കുന്നത്. ഞാൻ കഞ്ഞിവെള്ളം ഒഴിക്കുന്ന ആ ഒരു വീഡിയോ എനിക്ക് മിസ്സായിട്ടുണ്ട്. ആവശ്യത്തിന് നമുക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ നമുക്ക് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലൊന്ന് അരിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ അരച്ച് റെഡിയാക്കി ഈ ഒരു ജ്യൂസ് നമുക്ക് ഇതുപോലെ തന്നെ ഒരു സ്പ്രേ ബോട്ടിലിലേക്ക് ആക്കിയതിന് ശേഷം ആഴ്ചയിൽ 2-3 തവണ കുളിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് ഒരു അരമണിക്കൂർ സമയം നമ്മൾ വെച്ചിരുന്നതിന് ശേഷം നമ്മൾ കഴുകി കളയുകയാണെങ്കിൽ അകാലനര എന്നുള്ളൊരു പ്രശ്നം നമുക്ക് പിന്നീട് ഉണ്ടാവുക പോലുമില്ല. അപ്പോൾ നമ്മൾ റെഡിയാക്കി ഒരു ജ്യൂസ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അമോണിയ ഫ്രീ ആയിട്ടുള്ള കെമിക്കൽ ഇല്ലാത്ത നാച്ചുറൽ പ്രൊഡക്ട്സ് കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ബ്ലാക്ക് ഹെന്നയാണ്. ഇങ്ങനെ തന്നെ നമ്മൾ ആയുർവേദിക് ഷോപ്പിൽ ചോദിക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ്. ആ ഒരു ബ്ലാക്ക് ഹെന്ന ഞാനിവിടെ ഒരു 3/4 ടീസ്പൂൺ അളവിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ, അതായത് നമ്മുടെ തലമുടിയിൽ അപ്ലൈ ചെയ്യാവുന്ന കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് ഹെന്ന ഇട്ട് കൊടുത്തതിന് ശേഷം അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1/2 ടീസ്പൂൺ അളവിലേക്ക് ഹൈബിസ്കസ് പൗഡറാണ്, അതായത് ചെമ്പരത്തി പൗഡറാണ്. ഇത് നമുക്ക് സോപ്പ്, ഷാമ്പു ഒന്നും ഉപയോഗിക്കാണ്ട് കൊണ്ട് നമ്മൾ ഡൈ ചെയ്തതിന് ശേഷം മുടി കഴുകാൻ വേണ്ടി വളരെയധികം സഹായിക്കുകയും ചെയ്യും. മുടി ഡ്രൈ ആവാണ്ട് കൊണ്ട് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാ ഹൈബിസ്കസ് പൗഡറും ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാണ്ട് കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഡയറക്റ്റായിട്ട് നമ്മുടെ വെള്ളമുടിയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ ഹെയർ ഡേ ചെയ്യുമ്പോൾ നമ്മുടെ മുടി ഡ്രൈ ആവില്ല, മുടി പൊഴിഞ്ഞു പോവില്ല, താരൻ്റെ ശല്യം നമുക്ക് ഉണ്ടാവില്ല. മറിച്ച് മുടി നന്നായിട്ട് നല്ല തിക്കായിട്ടും അടർത്തിയായിട്ടും വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും. നല്ല ഷൈനിങ് ആയിട്ടുണ്ടാവും നമ്മൾ ഡൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം. ആ ഒരു കളർ ഒരുപാട് ദിവസത്തേക്ക് നിലനിൽക്കുകയും ചെയ്യും. നിങ്ങൾ ചിന്തിക്കും ബ്ലാക്ക് ഹെന്ന ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്താലും നമുക്ക് മുടി കറുക്കില്ലേ എന്നുള്ളത്. അങ്ങനെ ഡയറക്റ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്താൽ ഒരുപാട് പേർക്ക് അത് സെറ്റാവില്ല. മുടി ഒരുപാട് കൊഴിഞ്ഞു പോകാനും മുടി ഡ്രൈ ആവാനും താരൻ്റെ ശല്യം ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഈ ഒരു രീതിയിൽ നമ്മൾ ഹെയർ ഡേ ചെയ്യുമ്പോൾ നമുക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവുന്നതല്ല. എന്നിരുന്നാലും ആദ്യമായിട്ടാണ് ഈ ഒരു രീതിയിൽ ഹെയർ ഡേ ചെയ്യുന്നു എന്നുള്ളവരാണെങ്കിൽ ചെറിയൊരു രീതിയിൽ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം തലമുടിയിൽ മുഴുവനായിട്ടും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യുക. മാത്രമല്ല നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്.